ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? റിയ റൈസ്. ഞാനാ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ കേൾക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. സോ 25 ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് ആഷ്ന, ഗുഡ് മോർണിംഗ്. ആഷ്ന, ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ എവിടെ പോയി? ഇന്നലെ ക്ലാസ്സിലായിരുന്നു? ഇല്ല സർ, പനിയേനു. ഓക്കെ ഓക്കെ. ഫർസാൻ, ഗുഡ് മോർണിംഗ്. എന്തുപറ്റി ഫർസാൻ? എന്തുപറ്റി? എന്താ ഫർസാനെ? ഫർസാനെ കേൾക്കുന്നില്ല. ഇപ്പൊ ഫർസാന് മാത്രമേ കേൾക്കാത്തേ ഉള്ളൂ. ബാക്കി ഒരാള് നോക്കട്ടെ. അഭിനവ്, കേൾക്കുന്നുണ്ടോ? ആ സാർ, ഉണ്ട്. ഓക്കെ. ആവണി. ആ സർ. ഓക്കെ. റിയ സതീശൻ. ആ സർ. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അൾട്രാസോണിക് വേവ്സിനെ കുറിച്ചാണ്. വി ഡിസ്കസ്ഡ് അബൌട്ട് അൾട്രാസോണിക് വേവ്സ്. സോ നിഹ, വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്സ്? അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് മനസ്സിലായത്? 20 കിലോ ഹെർട്സിനെക്കാട്ടിയും വലുതായ ഫ്രീക്വൻസി. ഫ്രീക്വൻസി 20 കിലോ ഹെർട്സിനേക്കാൾ വലുതുള്ള ഫ്രീക്വൻസി ഉള്ള എന്താണ് അൾട്രാസോണിക് വേവ്സ്? സൗണ്ട് വേവ്സ്. Okay. So ultrasonic waves are sound waves whose frequency is greater than 20 kilohertz. So normally these ultrasonic waves can be intercepted by our ear. നമ്മുടെ ഇയറിന്, ഹ്യൂമൻ ഇയറിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എവിടെ മുതലാണ്? ദ റേഞ്ച് ഈസ് ഫ്രം 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. അതൊരു നോർമൽ ഹ്യൂമൻ ഇയറിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി റേഞ്ച് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ആൻഡ് സൗണ്ട് വേവ്സ് ഓർ acoustic waves which has a frequency higher than 20 kilohertz, such acoustic or sound waves are called ultrasonic waves. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചില ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അൾട്രാസോണിക് വേവ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദേ ആർ ഓഫ് ഹൈ എനർജി. സോ നമുക്കറിയാം ഫ്രീക്വൻസി 20 കിലോ ഹെർട്സിന് മുകളിലാണ്, എനർജി is higher. കൂടാതെ ഓരോ മീഡിയത്തിൽ കൂടി വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻ എ തിൻ റോഡ്, or what is the velocity of ultrasonic waves in a liquid, or if the ultrasonic waves is moving through a gas, what is its velocity? കൂടാതെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു, അൾട്രാസോണിക് വേവ്സ് വാക്വത്തിൽ കൂടി സഞ്ചരിക്കുമോ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ഇതാരോടേക്കും? ആഷിക് ഉണ്ടോ ക്ലാസ്സിൽ? ഓക്കെ. വാക്വത്തിൽ കൂടി അൾട്രാസോണിക് വേവ്സിന്റെ വെലോസിറ്റി എത്രയാ ത്രൂ വാക്വം? അറിയില്ല. അറിയില്ല. അനുലാൽ, വാക്വത്തിൽ കൂടി അൾട്രാസോണിക് വേവ്സിന്റെ വെലോസിറ്റി? അനുലാൽ ഇല്ല ക്ലാസ്സിൽ? അനുലാൽ അബ്സെന്റാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അടുത്താരാ? നെക്സ്റ്റ് ഞാൻ ജോയിൻ. ഓക്കെ, റിയ. 3 റിയ ഉണ്ടല്ലോ. ഓക്കെ, റിയ ഫാത്തിമ, ക്യാൻ യു ഹിയർ മീ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ.
പ്രിയ ഫാത്തിമ ക്ലാസ്സിലുണ്ടോ? That's the question. ആ സാറേ ഉണ്ട്. Okay, എന്നാ പറ, what is the velocity of ultrasonic waves through vacuum? റൂട്ട് ഗാമ പി ബൈ റോ ആ. പ്രിയ സാഹി. എന്താണ് കേട്ടില്ല, നിങ്ങൾ പറയാം. Okay, Riya Sadishan, what is the velocity of ultrasonic waves through vacuum? സർ അത് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യൂലല്ലോ. Yeah, that is the point. സൗണ്ട് വേവ്സ് എങ്ങനെ ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതാണ് സൗണ്ട് വേവ്സ്. അത് എയറിൽ കൂടി സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? എയറിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹൗ സൗണ്ട് എനർജി ഈസ് പ്രൊപ്പഗേറ്റഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അൾട്രാസോണിക് വേവ്സ് എന്താണ്? സൗണ്ട് വേവ്സ് തന്നെയാണ്, കുറച്ച് ഫ്രീക്വൻസി അധികം ഉണ്ടെന്നേ ഉള്ളൂ. സോ വാക്വത്തിൽ ദർ ഇസ് നോ മീഡിയം ഇൻ വാക്വം. സോ സ്വരാഗൊക്കെ എവിടെയാണ് ക്ലാസ്സിനിടയ്ക്ക് പോകുന്നത്? സോ ഇൻ വാക്വം മീഡിയം ഇല്ല. സോ മീഡിയം ഇല്ലെങ്കിൽ there will be no sound waves or ultrasonic waves. So velocity ചോദിച്ചു, അതിന്റെ അർത്ഥം ഞാൻ പോയിന്റ് ഉദ്ദേശിച്ചത് വാക്വത്തിൽ കൂടി സഞ്ചരിക്കൂല. സോ വാട്ട് ഇസ് ദ വെലോസിറ്റി? ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു മീനിങ് ഇല്ല. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പലരും അറിയില്ല, ചിലർ റൂട്ട് ഗാമ പി ബൈ റോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. സോ ഒരു മീഡിയം വേണം സൗണ്ട് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ഒരു മീഡിയം വേണം. ബിക്കോസ് അൾട്രാസോണിക് വേവ്സ് ഓർ അക്കോസ്റ്റിക് വേവ്സ് ഓർ സൗണ്ട് വേവ്സ് ആർ മെക്കാനിക്കൽ വേവ്. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു വാട്ട് യു മീൻ ബൈ എ മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മീഡിയം. If that wave requires a medium to propagate, such waves are called mechanical waves. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? സോ ഹൗ സൗണ്ട് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് വേവ് പലതരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇൻ ഫാക്ട് ബേസിക് കൺസെപ്റ്റ് ഈസ് സൗണ്ട് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൊഡ്യൂസിങ് ദിസ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എയർ. എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വോക്കൽ കോഡ് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? എൻ്റെ വോക്കൽ കോഡ് എയർ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനൊരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. അതായത് എൻ്റെ വോക്കൽ കോഡിന് അല്ലെങ്കിൽ ഈവൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഫ്രം 20 ഹെർട്സ് ടു ഒരു ലിമിറ്റഡ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്? അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചത്? ദേ ആർ വേവ്സ് വിത്ത് ഹയർ ദാൻ 20 കിലോ ഹെർട്സ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ എയർ പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? 20,000 ടൈംസ് വൈബ്രേറ്റ് ചെയ്യണം. സോ അത്രത്തോളം എനർജി വേണം. സോ അത്രത്തോളം വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നോർമലി സൗണ്ട് പ്രൊഡ്യൂസിങ് എക്വിപ്മെന്റ്സിന് പറ്റില്ല. സോ വി നീഡ് സം സ്പെഷ്യൽ മെക്കാനിസംസ് ഓർ സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ്? മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് ഓർ ത്രൂ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. എന്തായിരുന്നു മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? That means when a rod is placed in a magnetic field, when a ferromagnetic rod is placed in a magnetic field, it will experience some length contraction. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ലെങ്ത് കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ ലെങ്ത്തിൽ ചെറിയൊരു ഇൻക്രീസ് വരും. ഇഫ് വി ആർ അപ്ലൈയിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ ലെങ്ത് വിൽ ഡിക്രീസ്. സോ ബേസ്ഡ് ഓൺ പൊളാരിറ്റി. സോ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഒന്നെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ഇഫ് വി അപ്ലൈ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, സോ പൊളാരിറ്റി ഒരു ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ അപ്ലൈയിങ് സച്ച് എ ഫീൽഡ്, ദെൻ വാട്ട് ഇസ് ദ റിസൾട്ട്? ദെൻ ലെങ്ത് എന്ത് ചെയ്യും? ലെങ്ത് വിൽ ഇൻക്രീസ് അപ് ടു ടൈം ഇന്റർവെൽ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഡിക്രീസ്. സോ ഒരു റോഡിന്റെ കേസിൽ എന്താ? ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും during this time interval. And this is a repeating process, or we can call that an oscillation, or we can call a ferromagnetic rod is in oscillation. And the frequency of this oscillation can be attained near 20 kilohertz. ഈ ഒരു ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ടാങ്ക് സർക്യൂട്ട് LC സർക്യൂട്ട് യൂസ് ചെയ്ത് ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി എത്രയാക്കാം? 20 kilohertz. Or we can produce oscillations in this rod of frequency 20 kilohertz എന്ന ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻസ്
this rod or this end of rod oscillate with 20 kilohertz. So ഈ റോഡിന്റെ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ഈ ഒരു എൻഡ് 20 kilohertz, അതായത് ഒരു സെക്കൻഡിൽ 20,000 ടൈംസ് വൈബ്രേറ്റ് ചെയ്യുന്നു. വാട്ട് വിൽ ഹാപ്പൻ? സോ ദ എയർ മോളിക്യൂൾസ് നിയർ, അല്ലെങ്കിൽ ഇത് എയറിലാണെങ്കിൽ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ ഈ പാർട്ടിക്കിൾസിലെ മീഡിയത്തിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഓൾസോ ഗെറ്റ് vibrating. It will also start to vibrate with this 20 kilohertz. So എന്ത് ചെയ്യും? So there will be vibrations of air molecules or propagation of this vibration along this medium with a frequency about 20 kilohertz. This is how ultrasonic waves are produced in a magnetostriction oscillator. So ഇന്നലെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അധികം പഠിച്ചു. ബാക്കിയുള്ളത് ഒരു എമിറ്റർ ആണ്. This emitter is used as a feedback circuit. അതായത് ഈ ഫെറോമാഗ്നറ്റിക് റോഡ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരും. സോ ദർ വിൽ ബി എൻ EMF will be produced. It is fed back to, ഇത് തിരിച്ച് ഈ LC സർക്യൂട്ടിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യും. സോ ദ എനർജി ഓഫ് ദിസ് LC സർക്യൂട്ട് ഈസ് സസ്റ്റെയിൻഡ്. സോ ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. സോ ബേസിക് കൺസെപ്റ്റ് ഈസ് ദാറ്റ് ഇഫ് വി വാണ്ട് ടു ബിൽഡ് ultrasonic wave producer ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 20 kilohertz വൈബ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എയർ മീഡിയത്തിൽ 20 kilohertz വൈബ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെക്കാനിസമാണ്. ഫസ്റ്റ് വൺ വാസ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്ട്. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ or next method in order to produce ultrasonic waves is piezoelectric method. Or what is piezoelectric method? So in order to study piezoelectric method, we want to study what is piezoelectric effect. So ഞാൻ ഈ സംസാരിക്കുന്ന ടെക്സ്റ്റിലെ പേജ് നമ്പർ 203 ആണ്. So what is piezoelectric effect? When certain crystals like quartz, tourmaline, etc. are subjected to stress or pressure along certain axis, a potential difference is developed across perpendicular axis. This is called piezoelectric effect. That ചില crystals, take example for if we have a quartz crystal. Assume this is a quartz crystal. If it is subjected to a stress, so നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്രിസ്റ്റലിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. If we are trying to deform this crystal, ഈ ക്രിസ്റ്റലിന് ഒരു ഡീഫോർമേഷൻ നമ്മൾ സംഭവിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യാം, ഒന്ന് സ്ട്രെസ് ചെയ്യാം. എന്താ, നമ്മളൊരു വസ്തു, ഒരു ചെറിയൊരു ബോക്സ് എടുത്ത് അതിനെ അമർത്തുക അല്ലെങ്കിൽ പിടിച്ച് വലിക്കുന്നതൊക്കെ പോലെ വി ക്യാൻ അപ്ലൈ സ്ട്രെസ് ഓർ സ്ട്രെയിൻ ഇൻ എനി ഡയറക്ഷൻ. സോ ഫോഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ബൈ പുഷിങ്. ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാം ഈ ഒരു ആക്സിസിൽ, അല്ലെങ്കിൽ വി ക്യാൻ പുൾ ദിസ് ഒബ്ജക്ട് ഔട്ട്വേർഡ്. സോ ഇഫ് വി അപ്ലൈ എനി amount of stress, piezoelectric effect says that then we can detect a current is developed across this circuit. അതായത് ഈ ഒരു ആക്സിസിൽ if we are applying stress in a crystal, അതായത് ക്വാർട്സ്, ടോർമലൈൻ പോലുള്ള ഒരു ക്രിസ്റ്റലിൽ നമ്മൾ ഒരു ആക്സിസിൽ ഓപ്പോസിറ്റ് സൈഡിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ബോഡിയെ ഡീഫോം ചെയ്യാൻ നോക്കുന്നുണ്ട്, അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ, അതായത് നമ്മൾ ഈ ഒരു ആക്സിസിലാണ് സ്ട്രെസ് അപ്ലൈ ചെയ്തത്, ഇതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ എന്ത് ചെയ്യും? ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓർ ഇഫ് വി കണക്ട് സം വയർ, നമ്മളൊരു വയർ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? We can observe a voltage is developed across this axis, and this effect is called piezoelectric effect. So ഒരു ക്രിസ്റ്റലിന്റെ കേസിൽ, ഒരു ക്വാർട്സ്, ടോർമലൈൻ അതുപോലെ ഒരുപാട് ക്രിസ്റ്റൽസിന്റെ കേസിൽ നമ്മൾ ആ മെറ്റീരിയലിൽ, ആ ഒരു ക്രിസ്റ്റലിൽ ഏതെങ്കിലും ഒരു ആക്സിസ് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് വോൾട്ടേജ് ഓർ ദിസ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു the stress we are applied. ഉദാഹരണത്തിന് ഇപ്പം if we are forcing this, അതായത് നമ്മൾ ഫോഴ്സ് ഉള്ളിലേക്കാണ്, ഈ മെറ്റീരിയലിനെ നമ്മൾ പുഷ് ചെയ്യാണ് രണ്ട് സൈഡിൽ നിന്നും, then we can say we can see negative, we can detect or measure a voltage, ഒരു നെഗറ്റീവ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇഫ് വി ആർ പുള്ളിങ് ഔട്ട് ദിസ് മെറ്റീരിയൽ, ഈ മെറ്റീരിയലിനെ നമ്മൾ ഉള്ളിലേക്ക് പുഷ് ചെയ്യല്ല, വി ആർ പുള്ളിങ് ഔട്ട്, നമ്മൾ കുറച്ച് വലിക്കുകയാണ്. സോ സ്ട്രെസ് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യും? നേരത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് എക്സ്പീരിയൻസ് ചെയ്യും, or we can experience a negative current.
So based on the direction of stress we are applying, we can measure the current or voltage across this crystal or in perpendicular axis. So നമ്മൾ stress apply ചെയ്യുന്ന ആക്സിസിനെ മെക്കാനിക്കൽ ആക്സിസ് എന്നും വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റലിന്റെ ആക്സിസിനെ ഇലക്ട്രിക്കൽ ആക്സിസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ we can say what is piezoelectric effect. Piezoelectric effect is the phenomenon in which we can measure or detect a voltage, a potential difference across the electrical axis of a crystal epoch when we apply stress on the mechanical axis of the same crystal. ഒരു ക്രിസ്റ്റലിന്റെ മെക്കാനിക്കൽ ആക്സിസിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ if we can measure, നമുക്ക് അതിന്റെ ഇലക്ട്രിക്കൽ ആക്സിസിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ we can say or we can call that phenomenon as piezoelectric effect. And the converse effect is also possible. നമ്മളെ സംബന്ധിച്ച് piezoelectric effect ആണ് ബേസിക് കൺസെപ്റ്റ് എങ്കിലും നമ്മളെ ഉപയോഗപ്രദം എന്താണ്, കൺവേഴ്സ് എഫക്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും ഈ ക്രിസ്റ്റലിനെ സംബന്ധിച്ച്. സോ വാട്ട് ഈസ് എ കൺവേഴ്സ് എഫക്ട്? നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഓഡിയോ ക്ലിയർ അല്ലേ, പ്രസന്റേഷൻ കാണല്ലേ, എന്തെങ്കിലും പ്രോബ്ലംസോ? വോയിസ് ഇടക്ക് കട്ടാവുന്നുണ്ട്. ഇടയ്ക്ക് കട്ടാവുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഈ കീർത്തനലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആയിക്കൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ചോദിച്ചത്. അതെ, കീർത്തനലക്ഷ്മിയുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? ഓക്കെ. സോ പീസോഇലക്ട്രിക് എഫക്ട്, വാട്ട് ഇസ് ദ കൺവേഴ്സ് എഫക്ട്? നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റലിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കറണ്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഡീഫോർമേഷൻ ക്രിസ്റ്റലിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ക്രിസ്റ്റലിനെ ഡീഫോം ചെയ്യാൻ ശ്രമിച്ചു, അപ്പൊ എന്ത് ചെയ്തു, ഒരു കറണ്ട് മെഷർ ചെയ്തു. വാട്ട് ഈസ് ദ കൺവേഴ്സ് പീസോഇലക്ട്രിക് എഫക്ട്? നേരെ ഓപ്പോസിറ്റ് എന്താ, നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ആക്സിസിൽ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് സ്ട്രെസ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയലിൽ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇഫ് വി ആർ അപ്ലൈയിങ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓർ എ പോസിറ്റീവ് കറന്റ് ഹിയർ, നമ്മളിവിടെ ഒരു പോസിറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഈ ഒരു ആക്സിസിൽ വി ക്യാൻ എക്സ്പീരിയൻസ് എ ഇൻവാർഡ് ഫോഴ്സ്, അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ തിക്നെസ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു ഫോഴ്സ് രണ്ട് സൈഡിലും ഇൻവാർഡ് ഫോഴ്സ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മെറ്റീരിയലിന്റെ ക്രിസ്റ്റലിന്റെ തിക്നെസ് കുറയും അല്ലെങ്കിൽ സൈസ് കുറയും. സോ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, വി ക്യാൻ ഒബ്സർവ് ദ ഡിക്രീസ് ഇൻ തിക്നെസ്. ഇനിയല്ല, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പൊളാരിറ്റി, ഇഫ് പൊളാരിറ്റി ഈസ് ചേഞ്ച്ഡ്, അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ്. ഇഫ് പൊളാരിറ്റി ഈസ് ചേഞ്ച്ഡ്, ഇഫ് കറന്റ് ഈസ് അപ്ലൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഫോഴ്സ് ക്യാൻ ബി ഓർ സ്ട്രെസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. അല്ലെങ്കിൽ നേരത്തെ പുള്ള് ചെയ്തപ്പോൾ നമ്മൾ ക്രിസ്റ്റലിനെ പുറത്തേക്ക് പുള്ള് ചെയ്തെടുത്തപ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തപ്പം നമുക്ക് എന്താ, ഒരു വോൾട്ടേജ് ഓപ്പോസിറ്റ് കറന്റ് എക്സ്പീരിയൻസ് ചെയ്തില്ല. സിമിലർലി ഇഫ് വി ആർ അപ്ലൈങ് ഓപ്പോസിറ്റ് കറന്റ് ഓർ ഓപ്പോസിറ്റ് ഓർ പൊളാരിറ്റി ചേഞ്ച്ഡ് പൊട്ടൻഷ്യൽ ഇൻ ഇലക്ട്രിക്കൽ ആക്സിസ്, then we can observe the length of our crystal is increasing. So potential, ഒരു സൈഡിൽ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ലെങ്ത് കുറയും, ഒരു സൈഡിൽ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ലെങ്ത് അല്ലെങ്കിൽ തിക്നെസ് അല്ലെങ്കിൽ സൈസ് കൂടും. And this can be compared to our മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്തത്? ഈ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യും. ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് ഓസിലേഷൻ. സിമിലർലി ഇഫ് വി ആർ അപ്ലൈയിങ് അപ്പൊ നമ്മൾ പൊളാരിറ്റി ചേഞ്ച് കൊടുത്തു, നമ്മൾ ഇഫ് വി ആർ അപ്ലൈയിങ് എ അൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു അൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ എന്താ, ഷഹബാസിന്റെ ഒക്കെ പ്രശ്നം എന്താ, ഷഹബാസ് ഒക്കെ ലെഫ്റ്റ് അടിച്ച് പോകുന്നുണ്ടല്ലോ, ഞാൻ നോട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇഫ് വി ആർ അപ്ലൈയിങ് ആൻ അൾട്ടർനേറ്റിംഗ് കറണ്ട് ഹിയർ, ദെൻ എന്താ, പൊളാരിറ്റി ഒരു ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യും. സോ നമ്മൾ ആദ്യം ഒരു പോസിറ്റീവ് കറണ്ട് കൊടുത്തു, ദെൻ എന്ത് ചെയ്യും, ലെങ്ത് കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ ആക്സിസിൽ ഈ ക്രിസ്റ്റലിന്റെ സൈസ് കുറയും. കുറച്ച് കഴിയുമ്പം നമ്മൾ കുറച്ച് അൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പ്രത്യേകത എന്താ, വാട്ട് ഈസ് ദ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും കുറച്ച് കഴിയുമ്പം. സോ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും, സോ ക്രിസ്റ്റലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. സോ ഒരു ടൈം ഇന്റർവൽ കഴിയുമ്പോൾ നേരെ തിരിച്ച് പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ there will be a decrease and increasing in size, or we can see an alternate stress, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ട്രെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യും. This can be said to be an oscillation. So നമുക്ക് എന്ത് പറയാൻ പറ്റും, if we apply alternating current on the electrical axis of a
crystal, a piezoelectric crystal, or piezoelectric crystal, piezoelectric effect observe ചെയ്യാൻ പറ്റുന്ന crystals ആണ് piezoelectric crystal. So if we apply an alternating current in the electrical axis of a piezoelectric crystal, then we can observe an oscillations. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രിസ്റ്റലിന്റെ സൈസിൽ അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്സിൽ ഒരു ഓസിലേഷൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, or we can see an oscillation. And if the frequency of oscillations is greater than 20 kilohertz, so നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഫ്രീക്വൻസി 20 കിലോഹെർട്സിലും അധികമാണെങ്കിൽ, then we can say this our material also, or our piezoelectric crystal also oscillate. So ഈ ഒരു മെറ്റീരിയൽ എന്ത് പറയാൻ പറ്റും, ഓക്കെ, ദിസ് വിൽ ഓൾസോ ഓസിലേറ്റ്സ് ഇൻ സെയിം ഡയറക്ഷൻ. സോ ഈ ഒരു മെറ്റീരിയൽ 20 കിലോ ഹെർട്സിൽ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, 20 കിലോ ഹെർട്സിൽ ഓസിലേറ്റ് ചെയ്യും. സോ യൂസിങ് ദിസ് മെത്തേഡ്, ഓർ യൂസിങ് കൺവേഴ്സ് പീസോഇലക്ട്രിക് എഫക്ട്, പീസോഇലക്ട്രിക് എഫക്റ്റിന്റെ കൺവേഴ്സ് എഫക്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can produce ultrasonic waves. And the circuit or the oscillator which is used to produce this ultrasonic waves using this piezoelectric effect is called piezoelectric oscillator. സോ ആദ്യം നിങ്ങൾ പേജ് നമ്പർ 203 പീസോഇലക്ട്രിക് എഫക്റ്റും പീസോഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന പാഠം വായിക്കുക. എന്നിട്ട് ഈ ചിത്രം വരച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ ചിത്രം എന്ന് പറയുന്നത് ടെക്സ്റ്റിലെ ചിത്രം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ചെരിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതാണ്. സോ അല്ലെങ്കിൽ പേജ് നമ്പർ 204 ഫിഗർ 8.4 നോട്ടിൽ വരച്ചെടുക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പീസോഇലക്ട്രിക് ഓസിലേറ്റർ, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിനെ പോലെ തന്നെ പീസോഇലക്ട്രിക് ഓസിലേറ്ററും ഇമ്പോർട്ടന്റ് ആണ്. സോ അത് വരച്ചെടുക്കുക. സോ വരച്ച് കഴിയുമ്പം ആദ്യത്തെ പാർട്ട് പഠിച്ചില്ല, ആദ്യത്തെ പാർട്ട് ജസ്റ്റ് വായിച്ചും ഇത് വരച്ചും കഴിഞ്ഞിട്ട് ഒന്ന് ആരെങ്കിലും കഴിഞ്ഞവർ ഹാൻഡ് റൈസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. Right.
ആഷിക്ക് എന്താ 2 അക്കൗണ്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എന്താ ആഷിക്ക് സംഭവം? ആഷിക് അത് ഇതിൽ കിട്ടാത്തോണ്ട് ജോയിൻ ചെയ്തു. അത് ലെഫ്റ്റ് അടിച്ച്. സോ വരച്ചു കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, അപ്പം ഏറെക്കുറെ പലരും വരച്ചു കഴിഞ്ഞു തോന്നുന്നു. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് എ പീസോഇലക്ട്രിക് ഓസിലേറ്റർ. സോ ഹിയർ നമ്മൾ കഴിഞ്ഞ മാഗ്നറ്റ് റിസ്ട്രിക്ഷൻ ഓസിലേറ്റർ കണ്ടതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. വി ഹാവ് എ NPN ട്രാൻസിസ്റ്റർ. Here we have an NPN transistor, and this is the base of this transistor. This is collector, and this is emitter, and the emitter is grounded. അത് ഇവിടെ കാണിച്ചിട്ടില്ല, സോറി. emitter is grounded. ഇവിടെ കാണിച്ചിട്ടുണ്ട്. emitter is grounded, and base is fed to the inductor L1. ഇവിടെ L1 ഉം L2 ഉം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വേറെ വേറെയാണ്, അത് കുഴപ്പമില്ല. Here we have the inductor L2 and capacitor C. These two are inductor. These are inductors. This is a variable capacitor. So we know that what is the function of a tank circuit. ഒരു ടാങ്ക് സർക്യൂട്ടിന് അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. സോ ഞാൻ ഈ കീ, ദിസ് ഈസ് എ കീ, ഈ കീ ക്ലോസ് ഡൗൺ ചെയ്താൽ അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? Then the current will flow to this capacitor, and the capacitor will get charged. Capacitor എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. So ചാർജ് full ആയി കഴിഞ്ഞാൽ സംഭവിക്കും? Then the current will flow to this inductor, and now in capacitor, the capacitor store the electrical energy in form of electromagnetic energy. Electrical energy ആയിട്ടാണ് capacitor store ചെയ്യുന്നത്, ചാർജ് ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. But when the inductor is charging up, a magnetic field is formed across this inductor. Inductor ചാർജ് ചെയ്യപ്പെടുമ്പം അതെങ്ങനെ? ഇൻഡക്ടർ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി, കറണ്ടിന്റെ amount മാറിക്കൊണ്ടിരിക്കും. So there will be a varying magnetic field or flux density around this inductor. Then there is a coil. ഇവിടെ ഒരു കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. So what happens? So this coil also have its own magnetic field, and this magnetic flux density or very magnetic flux density, it will coincide with the magnetic field of this inductor, and this process is called self inductance. സോ ഇത് നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം +2 പഠിച്ചിട്ടുണ്ടാവും. സെൽഫ് ഇൻഡക്റ്റൻസ്, 2 ഇൻഡക്ടർ ഒരു പാരലായിട്ട് വെച്ചു, എന്നിട്ട് ഒരു സൈഡിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡ്യൂ ടു കപ്ലിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ദർ വിൽ ബി, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോയിലിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലും അതിൻ്റെതായ ചേഞ്ച് വരും. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് കോയിൽ ഡ്യൂ ടു ദിസ് കപ്ലിംഗ്. So what happens if there is a change in magnetic flux? ഈ ഒരു ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. ഈ ഒരു ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ടു ദിസ്, ഈ കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് അക്രോസ്, ഇത് L1 ഉം ഇത് L2 എന്നും മാർക്ക് ചെയ്തോ, കൺഫ്യൂഷൻ ആവണ്ട. ഇത് L1 and ഇത് L2. So this is L1 and this is L2. So if due to the change in current flowing through the circuit, magnetic flux associated with inductor L1 is changing. So due to this coupling of inductors, the magnetic field across inductor L is changing. ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ഡ്യൂ ടു ദാറ്റ് എ കറണ്ട് ഈസ് ഫ്ലോൺ ത്രൂ ദി സർക്യൂട്ട് ഓർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ബി experienced in this point, and this is our quartz crystal. ഇതാണ് നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. സോ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? അതിന്റെ മെക്കാനിക്കൽ ആക്സിസിൽ അതിലൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. ഒന്നെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഡ്യൂ ടു ദാറ്റ് ഒന്നെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. സോ ആദ്യം നമ്മൾ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, സൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആഫ്റ്റർ ദാറ്റ് ദിസ് ഈസ് ആൻ LC സർക്യൂട്ട്.
this produce an alternating current. LC circuit എന്താ, അത് alternate ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് ദ പൊളാരിറ്റി ചേഞ്ചസ് ആഫ്റ്റർ സം ടൈം. ഒരു ഡെഫിനറ്റ് ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ സംഭവിക്കും, പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. വെൻ പൊളാരിറ്റി ഈസ് ചേഞ്ച്ഡ്, the direction of magnetic field in this inductor changes. ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡ്യൂ ടു ദാറ്റ് ദ കപ്പിൾഡ് ഇൻഡക്ടർ, ഇതുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഈ ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. സോ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് or due to change in this direction of magnetic field, current will flow in opposite direction. So magnetic field ന്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ magnetic flux density change ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? Current will flow but in opposite direction. Now after some time the polarity changes and now the potential difference experienced by this crystal is, the polarity is inversed. Polarity mari. So now the stress experienced by this crystal is inverse effect. അല്ലെങ്കിൽ നേരത്തെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് പുഷ് അല്ലെങ്കിൽ ഇൻവേർഡ് ആണെങ്കിൽ ഇപ്പൊ ഔട്ട്വേർഡ് ആയി. ഓർ സ്ട്രെസ് ഈസ് മേക്കിംഗ് ദ ക്രിസ്റ്റൽ ടു എക്സ്പാൻഡ്, അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. സോ നേരത്തെ ഡിക്രീസ് ചെയ്യും. നേരത്തെ ക്രിസ്റ്റലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇപ്പൊ ഡിക്രീസ് ചെയ്തു. സോ ഈ LC സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഈ ടാങ്ക് സർക്യൂട്ടിന്റെ പ്രത്യേകത ഒരു ഡെഫിനറ്റ് ടൈം ഇന്റർവൽ കഴിയുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ചേഞ്ചിന് അക്കോർഡിംഗ് ആയിട്ട് ഇവിടെയും പൊട്ടൻഷ്യനിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ഡ് ഇൻ ദിസ് സർക്യൂട്ട് ഓൾസോ. ആ പൊട്ടൻഷ്യൽ ചേഞ്ച് കാരണം സൈസ് ആദ്യം ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് എ റിപ്പീറ്റേറ്റീവ് പ്രോസസ്. സോ ഡ്യൂ ടു ദിസ് കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ സൈസ്, ഈ സൈസിലുള്ള ഒരു കണ്ടിന്യൂസ് ചേഞ്ച് കാരണം ദിസ് ക്യാൻ ബി സെഡ് ആസ് ആൻ ഓസിലേറ്റർ. സോ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്വാർട്സ് ക്രിസ്റ്റലിന്റെ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ക്യാൻ സേ ദാറ്റ് ഈസ് ആൻ ഓസിലേഷൻ. ആൻഡ് ഡ്യൂ ടു ദിസ് ഓസിലേഷൻ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. കാരണം ഇത് ചേഞ്ച് ചെയ്യുന്ന, ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാ? In 1 second, this frequency, the frequency contributed by this circuit is about 20,000 kilohertz, or the frequency in which this quartz crystal or piezoelectric crystal is oscillating or vibrating is about 20,000 kilohertz. So നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് ചുറ്റുമുള്ള ഈ ക്രിസ്റ്റൽ 20,000 കിലോഹെർട്സിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ, then we can say അതിന് ചുറ്റുമുള്ള മീഡിയം, ഇഫ് ഇറ്റ് ഈസ് എയർ അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ് വിത്ത് ദിസ് സെയിം ഫ്രീക്വൻസി. സോ വി ക്യാൻ സേ അങ്ങനെ ആ എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ആ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ such waves are called ultrasonic wave. And this is how ultrasonic waves are produced in a piezoelectric crystal. കൂടാതെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പം വി ക്യാൻ സേ ഇൻഡക്ടർ L2 ലേക്ക് കപ്പിൾഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഹിയർ, ഇറ്റ് വിൽ എഫക്ട്, അത് L2 എന്ന ഇൻഡക്ടറിനെ ബാധിക്കും. സോ ദർ വിൽ ബി L2 എന്ന ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വന്നാൽ ദർ വിൽ ബി എ ബാക്ക് EMF. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, ഈ ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വന്നു, ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരു ചേഞ്ച് വന്നു. സോ എന്താ, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. സോ എന്ത് പറ്റും? ഈ EMF തിരിച്ച് ബേസിൽ കയറി കളക്ടർ വഴി വീണ്ടും LC സർക്യൂട്ടിലേക്ക് വന്നു. സോ വി ക്യാൻ സേ എനർജി ഓഫ് ദിസ് LC സർക്യൂട്ട് ഈസ് സസ്റ്റെയിൻഡ്. ഫ്രീക്വൻസി മാറുന്നില്ല, എനർജി എന്ത് ചെയ്യുന്നു? എനർജി ആകെ അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊഡക്ഷനിൽ മാത്രമേ എനർജി ലോസ് ഉണ്ടാവുന്നുള്ളൂ. ഓൾ അതർ EMF or the current is fed back to this circuit by this transistor. Okay, so ഇങ്ങനെയാണ് ഒരു പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ വഴി നമ്മൾ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, സോ ഇതിന്റെ ഒരു വർക്കിംഗ് ആൻഡ് തിയററ്റിക്കൽ പാർട്ട് അടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം, കാരണം ഓൾറെഡി ആവശ്യത്തിലധികം കാര്യങ്ങൾ പറഞ്ഞു. സോ നിങ്ങളൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഫിഗറിന്റെ ബാക്കി പേജ് നമ്പർ 204 ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെമസ്റ്റർ എക്സാമിന് ചിലപ്പം ഈ ഒരു പാർട്ടിൽ നിന്ന് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് ചോദിക്കാം. സോ ഓസിലേറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ കമ്പാരേറ്റീവ്ലി സിമിലർ ആണ്. സോ മാറിപ്പോകരുത്, പഠിക്കാനാകുമ്പോൾ ഇത് എളുപ്പമാണ്. കാരണം അതിൽ 2 ഇൻഡക്ടർ ആണെങ്കിൽ ഇതിൽ 3 ഇൻഡക്ടർ ഉണ്ട്. സോ ബേസിക് പ്രോസസ്സ് സെയിം ആണ്. അതായത് ഒരു മീഡിയത്തിൽ പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക.
മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ആണെങ്കിൽ എന്താ, ഓസിലേറ്ററിന്റെ അല്ലെങ്കിൽ സോറി ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ആൾട്ടർനേറ്റിംഗ് ഫീൽഡ് കൊടുക്കുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഹിയർ ഒരു ക്വാർട്സ് ക്രിസ്റ്റലിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുമ്പം എന്ത് സംഭവിക്കുന്നു, സൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ സ്ട്രെസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നു. സോ ഇതൊരു ഓസിലേഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ടാങ്ക് സർക്യൂട്ട്, LC സർക്യൂട്ട് ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അബൌവ് 20 kHz ഒക്കെ ആയിരിക്കും. സോ ഡ്യൂ ടു ദാറ്റ് നമുക്ക് എയർ മോളിക്യൂൾസിലും ഇതുവഴി ഒരു ഓസിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ ഇപ്പൊ എപ്പോഴാണ് ഓഫ്ലൈൻ ക്ലാസ് എന്ന് അറിയില്ല. ഇനി ഈവൻ തിങ്കളാഴ്ചയാണ് ഓഫ്ലൈൻ ക്ലാസ് എങ്കിൽ അപ്പൊ നോട്ടിൽ എനിക്ക് നോട്ട്സ് കാണണം. നിങ്ങൾ ഈ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ, പീസോഇലക്ട്രിക് ഓസിലേറ്റർ, അതിന്റെ നോട്ട്സ് എനിക്ക് കാണണം. ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി എന്നറിയാം. സോ പെട്ടെന്ന് തന്നെ അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിന് തന്നെ ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ നിങ്ങളുടെ നോട്ടിൽ ഇത് കാണണം. ഓക്കെ, സോ സമയം ഏറെക്കുറെ തീരാനായി. സോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞു. അറ്റൻഡൻസ് പറഞ്ഞോളൂ. റോൾ നമ്പർ 1, 2, 3, 4, 5 option 6, 7, 8, 9, 11, 12, 13, 14, 15, 16, 18, 19, 20, 21, 22, 23 absent. 24, 25, 26, 27, 28, 29 ഇല്ല. 29, 30 ഇല്ല. സോ 5, 23, 30. ആരാ 5? ആരാ റോൾ നമ്പർ 5? ആരാ വരാത്ത? ആരാ? ആശനയാണോ? ആശംസ്. ഓക്കെ, താങ്ക് യു. സോ 5 and 23, താങ്ക് യു.